കടുത്ത നിരാശയാണ്. ഒരുപക്ഷെ വിനേഷ് ഫോഗട്ടിനെ എന്തുകൊണ്ട് നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു, അത്രത്തോളം ആവേശം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ട സമര പോരാട്ടം അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. എന്തായാലും കടുത്ത നിരാശയാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പാർലമെന്റിൽ അടക്കം ഇന്ന് പ്രസ്താവനയുണ്ടായിരുന്നു. പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നു. പി ടി ഉഷയുടെ ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമഗ്ര വിവരങ്ങൾ എങ്ങനെയാണ്? പൂജ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ തെരുവിൽ സ്വന്തം സഹപ്രവർത്തകർക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഒരു കായിക താരം ലോകത്തെ തന്നെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിൽ സ്വർണത്തിന് തൊട്ടടുത്ത് നിന്ന് നമ്മൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലെത്തി അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തെ വേദനയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി ഇത് വളരുകയാണ്. പാർലമെന്റിൽ ലോക്സഭയിൽ ഒരു പ്രസ്താവന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ നടത്തി. മാണ്ഡവ്യ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം 100 ഗ്രാമിന്റെ കൂടുതലുണ്ടായി, 2 തവണ തൂക്കിയപ്പോഴും 100 ഗ്രാം കൂടി, അതാണ് അയോഗ്യതയ്ക്ക് കാരണം. എന്നാൽ വിനേഷ് ഫോഗട്ടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്തിരുന്നു. 75 ലക്ഷത്തിലധികം രൂപ പരിശീലനത്തിന് വേണ്ടി നൽകി. ഒപ്പം തന്നെ പ്രത്യേക പരിശീലകരെ, കോച്ചസിനെ നൽകി, ഒപ്പം തന്നെ ഫിസിയോയെ നൽകി. അങ്ങനെ സൗകര്യങ്ങളെല്ലാം പാരീസിൽ ഉറപ്പാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന പ്രസ്താവനയാണ് നടത്തിയത്. പക്ഷേ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രതിപക്ഷം പറഞ്ഞു, ഇങ്ങനെ ഒരു വിശദീകരണമല്ല ഞങ്ങൾക്ക് വേണ്ടത്, കൊടുത്ത പണത്തിന്റെ കണക്ക് പറയുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ആദ്യം ലോക്സഭയിൽ നിന്നും പിന്നീട് രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇപ്പോൾ സഭാ വളപ്പിൽ പ്രതിഷേധിക്കുകയാണ് കായിക താരത്തിന് വേണ്ടി. ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പാരീസിൽ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാം. പാരീസിൽ ഇപ്പോൾ പി ടി ഉഷ അല്പസമയം മുൻപ് വിനേഷ് ഫോഗട്ടിനെ അടുത്ത് പോയി കണ്ട് സംസാരിച്ചു. എല്ലാ സഹായങ്ങൾക്കും, അത് മെഡിക്കൽ ആണെങ്കിൽ, അത് മാനസികമായ പിന്തുണയാണെങ്കിൽ എല്ലാത്തിനും ഒപ്പമുണ്ട് എന്ന് പി ടി ഉഷ വിനേഷ് ഫോഗട്ടിനെ അറിയിച്ചു എന്നാണ് ഒരു വീഡിയോ സന്ദേശത്തിൽ, പാരീസിൽ നിന്ന് അയച്ച വീഡിയോ സന്ദേശത്തിൽ പി ടി ഉഷ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി ടി ഉഷയെ ഫോണിൽ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, വേണ്ട സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ തീർച്ചയായും അനൂപ്, ഞാൻ അനൂപിലേക്ക് വരാം. ഇപ്പോൾ വിവിധ പ്രതികരണമുണ്ട്. പാർലമെന്റിൽ മന്ത്രി പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. പി ടി ഉഷയുടേതായിട്ടുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്കതെല്ലാം ഒന്ന് കേൾക്കാം. विनेश का वजन 50 किलो 100 ग्राम पाया गया, इसलिए वे स्पर्धा के लिए अयोग्य घोषित की गई। इस मामले को लेकर भारतीय ओलंपिक संघ ने अंतर्राष्ट्रीय कुश्ती संघ से कड़ा विरोध भी दर्ज किया है। नेशनल भारतीय ओलंपिक संघ की अध्यक्षा पीटी उषा भी अभी पेरिस में है। प्रधानमंत्री जी ने स्वयं उसके साथ बातचीत करके उचित कार्यवाही करने के लिए, उचित एक्शन लेने के लिए भी उसको कहा गया है।